ഫ്രണ്ടല്ലേ ദിവ്യല്ലേ വരുന്നേ? ഏയ് ഒന്ന് നിൽക്കൂ, ഒരു കാര്യം പറയാനുണ്ട്. എന്നോടോ? ആ പറയ്, എന്തായിരുന്നു? ഒരുപാട് നാളായിട്ട് പറയണമെന്ന് വിചാരിക്കുന്നത്. എന്ത്? ചേട്ടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നെയോ? നീ എന്നോട് ശരിക്കും? ശരിക്കും അവള് പലതും പറയും. യേശു പറയല്ലേടാ, യേശു പറഞ്ഞാൽ തീർന്നു. യേശു പറയല്ലേ? ചേട്ടാ ചേട്ടാ ഇങ്ങോട്ട് നോക്ക് ചേട്ടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്റെ സമയവും എന്റെ കൂട്ടുകാരും നിനക്കെല്ലാം നഷ്ടവും. യേശു പറയല്ലേ, യേശു പറയല്ലേ? എനിക്ക് ഇഷ്ടമാ. പാലും മഴയൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കുക കേട്ടോ. ഇപ്പൊ വരും കേട്ടോ. എവിടെ പോവാ? ഞാൻ കൂട്ടുകാരൊക്കെ പോയെന്ന് കണ്ടിട്ട് കുറെ നാളില്ല എങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. കുറച്ചേരം നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പിങ്ങി വരാം. കൂട്ടുകാരുടെ കൂടെ ഇരിക്കുന്നതാണോ സന്തോഷം, എന്റെ കൂടെ ഇരിക്കുന്നതാണോ സന്തോഷം? നിന്റെ കൂടെ ഇരിക്കുന്ന സന്തോഷം. എന്നാ അത് കൂട്ടുകാരൻ ഇപ്പൊ വരാം. പോരെ, കേറ് കേറ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഹലോ, ഞാൻ നാട്ടിലൊക്കെ തന്നെ ഉണ്ടടാ. കല്യാണം കഴിഞ്ഞ് ഹണിമൂണും പിന്നെ യാത്രകളൊക്കെ ആയിരുന്നടാ. 6 മാസം എല്ലാരും കണ്ടിട്ട് ചെയ്യാ. സിനിമയ്ക്കോ? പിന്നെന്താ, ആരൊക്കെ ഷോ ഇല്ലയോ? ഞാൻ വരാടാ, കുറെ ആളല്ലേ എല്ലാരും കണ്ടിട്ട്. ശരി. ചാടത്തുള്ളി അങ്ങോട്ട് പോവാ? കൂട്ടുകാരോട് സിനിമയ്ക്ക് പോടി. കുറെ ആളല്ലേ കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇത്രയും ജോലി ഇവിടെ കിടക്കുമ്പോഴാ ഞാൻ പോയിട്ട് വന്നിട്ട് ചെയ്യാന്ന്. ഇപ്പൊ തീരുമാനിക്കണം, ഞാനാണോ വലുത് കൂട്ടുകാരാണോ? എന്താ പറഞ്ഞേ? ഞാനാണോ വലുത് കൂട്ടുകാരാണോ? ഉപ്പ് കഴിഞ്ഞിട്ട് എന്തോരം ചെയ്യാവുള്ളു? തുണി കഴിയാനോ? തുണി കഴിയിട്ടോ. ഈ പാത്രം കൈ വെച്ച ഒട്ടനെ തുണി കഴിയാൻ. കൂടുതൽ ചായ വല്ലതും വേണം. കഴിയും. 2 പാവകളെ കൈയിട്ട് കഴിഞ്ഞാൽ തുണി കഴിയും. ഒരു സംഘം പോ, നല്ല വെയിലുണ്ട്. ചേട്ടൻ ഇത് കൈയിട്ട് വരാം കേട്ടോ. ഈശ്വര, ഞാനിനി വല്ല ബ്രഹ്മയുഗത്തിലും പെട്ട് നിൽക്കുവാണോ? തനിക്ക് പോകാൻ അനുവാദമില്ല.